അത്യുന്നതനായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ ഏക സത്യദൈവത്തിന് നമുക്കെല്ലാം മഹത്വവും നൽകാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന തൻ്റെ മക്കൾക്കായി തൻ്റെ മഹത്വവും ഔന്നത്യവും ഒരുക്കി വച്ചിരിക്കുന്ന സ്നേഹനിധിയായ പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും മഹത്വവും നമുക്ക് നൽകാം. എല്ലാറ്റിലും ഉപരി എപ്പോഴും എല്ലായിടത്തും അവിടുത്തെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥികളിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നവംബർ 20 ദൈവപുത്രൻ്റെ രാജത്വ തിരുനാളായി നാം ആഘോഷിക്കുന്ന അതിപരിശുദ്ധമായ അതിശ്രേഷ്ഠമായ ദിനമാണ്. ദൈവപുത്രൻ്റെ വീണ്ടും വരവിലാണ് അവൻ രാജാവായി ഭരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവപുത്രൻ്റെ രാജത്വ തിരുനാളിനായി ഒരുങ്ങുകയും അതാഘോഷിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കും രാജാധിരാജനായ ദൈവപുത്രൻ്റെ രാജത്വ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലർക്കും വിശ്വാസം എന്നത് ഈ ലോകത്തിൽ അവർ ആടിത്തീർക്കുന്ന ഒരു നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമാണ്. ചിലർക്ക് അത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടി ജീവിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഈ നാടകം കളിക്കുന്നു. മറ്റു ചിലർ ജീവിതത്തിൻ്റെ അഹന്തയാൽ ഈ നാടകം കളിക്കുന്നു. വേറെ ചിലർ അവരുടെ മോഹപൂർത്തീകരണത്തിനായി ഈ നാടകം കളിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ എന്താണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ഓരോരുത്തരും പരിശോധിക്കണം. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനിലും അവിടുത്തെ പിതാവായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഓരോ വാക്കിലും ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തികളിലും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവിക ചിന്തകൾ സ്വന്തമാക്കാൻ, ദൈവിക കാഴ്ചപ്പാടുകളനുസരിച്ച് എല്ലാറ്റിനെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനൊക്കെ ശ്രമിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ആ ഹിതം പ്രവർത്തിക്കാനുള്ളൊരാഗ്രഹം, ഇതൊക്കെ ഈ വിശ്വാസികളെന്ന് പറയുന്നവരിൽ ഉണ്ടാകാറുണ്ടോ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ആ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അത് നേടിയെടുക്കണമെന്നൊരാഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി, ദൈവനീതി പുലർന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ടോ? ഒരു വിശ്വാസി, ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം? ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അതെങ്ങനെ സ്വന്തമാക്കാമെന്ന് പരിശോധിക്കാറുണ്ടോ? അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചറിഞ്ഞ് അനുവർത്തിക്കാനൊരു ശ്രമം നടത്താറുണ്ടോ? അപ്പോൾ ഇത്തരം അനേകം ചോദ്യങ്ങൾ ഒരു വിശ്വാസി എന്ന് സ്വയം കരുതുന്ന ഓരോ വ്യക്തിയും തന്നോട് തന്നെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലും വിശ്വസിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ വിശ്വസിക്കണം. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളിൽ 15% മാത്രമാണ് അവൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 85% പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്, അന്ത്യകാലത്താണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോരുത്തരും തീക്ഷ്ണതയോടെ, അത്യധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ് ദൈവപുത്രൻ്റെ രണ്ടാം വരവ്. എന്നാൽ ഈ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്, അവൻ വന്നിട്ട് എന്തൊക്കെ ചെയ്യും, അവൻ എവിടെ വെളിപ്പെടും, അവൻ വരുന്നതിന് ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളിൽ ഇന്ന് ലോകത്തിൽ ധാരാളം ഭിന്നമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് ഒരു രഹസ്യമായിരുന്നു. അവൻ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ ജീവിച്ച് പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച് പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, പെന്തക്കോസ്തായ്ക്കുമൊക്കെ ശേഷം, പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടതിനൊക്കെ ശേഷമാണ് ദൈവപുത്രൻ്റെ വരവിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടതും അവൻ ചെയ്ത പ്രവൃത്തികളുടെ രഹസ്യങ്ങൾ മനസ്സിലായത്. അവൻ ചെയ്ത പ്രവൃത്തികൾ എഴുതപ്പെട്ട വചനത്തിൻ്റെ പൂർത്തീകരണമായി അപ്പോസ്തലന്മാർക്കും വിശ്വാസികൾക്കും തിരിച്ചറിവ് ഉണ്ടായത് അതിനൊക്കെ ശേഷമാണ്. അപ്പോൾ ഇതേപോലെ ദൈവപുത്രൻ്റെ രണ്ടാം വരവും ഒരു രഹസ്യമാണ്. എന്നാൽ ഒന്നാം വരവിനെ പോലെ അല്ല രണ്ടാം വരവ്. കാരണം ഒന്നാം വരവിൽ അവൻ പാപികളെ തേടി വന്നു. രണ്ടാം വരവിൽ അവനെ ആകാംക്ഷയോടെ ഒരുങ്ങിക്കാത്തിരിക്കുന്ന നീതിമാന്മാരുടെ അടുത്തേക്കാണ് രക്ഷ നൽകാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ രഹസ്യങ്ങൾ അവൻ വെളിപ്പെടുന്നതിന് മുൻപ് ഈ ലോകത്ത് പ്രസംഗിക്കപ്പെടണം, വെളിപ്പെടുത്തപ്പെടണം. അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ ദൈവം ആരെയെങ്കിലും അയക്കണം. അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ അറിവ് ലഭിക്കുകയും അങ്ങനെ അവൻ്റെ വരവിനെക്കുറിച്ച് ബോധ്യം സ്വീകരിച്ച് ദൈവപുത്രനെ വീണ്ടും സ്വീകരിക്കാൻ തന്നെ ഒരുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ മുൻപിലായിരിക്കാൻ തക്ക യോഗ്യത നേടിയെടുക്കാൻ നമുക്കൊരു ചെറിയ കാലഘട്ടം ആവശ്യമാണ്. അതിന് ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ദൈവനീതിയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രൻ്റെ രണ്ടാം വരവിൽ ദൈവനീതി പൂർത്തീകരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് എല്ലായിടത്തും എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ഇതാ, ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്കു നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീഥികളിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ ദാസനെക്കുറിച്ചുള്ള, രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ അനേകം പ്രവചനങ്ങൾ നമുക്ക് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ കാണാം. എന്നാൽ ഒന്നാം വരവിൽ യേശു ക്രിസ്തു ഈ പ്രവൃത്തികൾ ഇപ്രകാരം ചെയ്തതായി നമ്മൾ കാണുന്നില്ല. അവൻ നമുക്കൊരു നീതി പ്രദാനം ചെയ്തു. നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ച് പുനരുദ്ധാനം ചെയ്യുക വഴി നമുക്ക് വിശ്വാസം വഴി ഒരു നീതി ലഭിച്ചു 2000 വർഷം മുമ്പ്. അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തിൻ്റെ നീതി. എന്നാൽ അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല എന്ന വചനം യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ കുറിച്ചല്ല. കാരണം ഒന്നാം വരവിൽ അവൻ ഇപ്രകാരമെല്ലാം ചെയ്തു. അപ്പോൾ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്ന, ദൈവനീതി സ്ഥാപിക്കുന്ന പ്രവൃത്തി അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ്റെ രണ്ടാം വരവിൽ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നീതി സ്ഥാപിക്കാനുള്ള വരവാണ്. ദൈവത്തിൻ്റെ നീതി നിത്യമായി സ്ഥാപിക്കുന്ന ചക്രവർത്തിയായിട്ടാണ്
നീതി പൂർത്തിയാക്കുന്ന ന്യായാധിപനായിട്ടാണ് ദൈവപുത്രൻ അവൻ്റെ രണ്ടാം വരവിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ അവൻ നീതി സ്ഥാപിക്കും, ദൈവത്തിൻ്റെ നീതി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ലോകത്തിൽ കാണുന്ന മാനുഷിക നീതി അല്ല ദൈവത്തിൻ്റെ നീതി. ഈ ദൈവനീതിയെക്കുറിച്ച് നമുക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് ബന്ധപ്പെടുത്തി മനുഷ്യമക്കൾക്കായി പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനന്തമായ മഹിമയുടെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുമായി ബന്ധപ്പെടുത്തിയും ദൈവത്തിന് തിന്മയോടുള്ള സാത്താന്യ ശക്തികളോടുള്ള ശത്രുതയോടും ബന്ധപ്പെടുത്തി വേണം അവിടുത്തെ അനന്തമായ ജ്ഞാനത്തോടും അവിടുത്തെ അനന്തമായ സ്നേഹത്തോടും ബന്ധപ്പെടുത്തി വേണം നാം ദൈവനീതി എന്ത് എന്ന് പരിശോധിക്കാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നീതിമാനാണ്, അവിടുന്ന് നീതി സ്ഥാപിക്കുന്നവനാണ്. നിയമാവർത്തനം 32:4 കർത്താവ് പാറയാകും, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും, അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. ഇതെല്ലാം ഈ ലോകത്ത് വെളിപ്പെട്ട് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നാം ഈ ലോകത്ത് നോക്കുമ്പോൾ ദൈവനീതി പൂർത്തിയായി കാണുന്നില്ല. ദൈവത്തിന് വേണ്ടി അനേകർ അപമാനം സഹിച്ച് അനീതിപരമായ പ്രവൃത്തികൾക്ക് ഇരയായി കടന്നുപോയിട്ടുണ്ട്. ദൈവമക്കൾ സാത്താനാൽ അനേക കാലം പീഡിപ്പിക്കപ്പെടുകയും ഞെരുക്കപ്പെടുകയും രോഗങ്ങളാലും മറ്റനേകം ദുരവസ്ഥകളാലും ഞെരുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാത്താൻ ഇന്ന് വരെ ഈ ലോകത്ത് ചെയ്ത എല്ലാ അനീതികൾക്കും എതിരെ ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെട്ടതായി നാം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നീതി സ്ഥാപിക്കുന്നവനാണ് ദൈവം. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ ദൈവം നീതി പ്രവർത്തിക്കുന്നവനാണ്. ജോബിൻ്റെ പുസ്തകം 37:23 സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്, ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുത്തെ എല്ലാ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ശക്തിയിലും നീതിയിലും അവിടുന്ന് അത്യുന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഉദാരമായ ഒരു നീതി നിർവഹണമുണ്ട്. അവിടുന്ന് നീതി പുലർത്തും. അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു വഴി ആണ് ഈ നീതി നിർവഹണം അവിടുന്ന് പൂർത്തിയാക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 1:5 ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. എപ്പോൾ? ഈ നീതി നിർവഹണത്തിൻ്റെ സമയം. അപ്പോൾ ദുഷ്ടർ ശിക്ഷിക്കപ്പെടുന്ന ദൈവനീതി, പാപികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു ദൈവനീതി, ആ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വീണ്ടും വെളിപ്പെടാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 24:3-5 കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ ലോകം സൃഷ്ടികൾ മനുഷ്യനുൾപ്പെടെ വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, അഥവാ മിഥ്യയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ കണ്ണുകൾ മിഥ്യമായുടെ പുറകെയാണ്. കാരണം അത് കണ്ണുകൾക്ക് ആസ്വാദ്യകരമാണ്, കണ്ണുകളെ ദുരാശയെ തൃപ്തിപ്പെടുത്തുന്നതാണ്, ജഡത്തിന് ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ മിഥ്യയുടെ മേൽ കണ്ണ് പതിക്കാത്തവനാണ് വിശുദ്ധ മലയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. അപ്പോൾ ഈ നീതി, ദൈവം നടത്തിക്കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതി, അവിടുന്ന് നടത്തിക്കൊടുക്കുന്ന സമയമാണ് അന്ത്യകാലം. ഈ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ 34:21 തിന്മ ദുഷ്ടരെ സംഹരിക്കും,
നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. അപ്പോൾ ദൈവത്തെ എതിർക്കുകയും ദൈവത്തിൻ്റെ നീതിമാന്മാരെ ദ്വേഷിച്ച് അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി നൽകുന്ന ഒരു നീതി നിർവഹണം നടത്താനിരിക്കുന്നതേ ഉള്ളൂ ദൈവം. അങ്ങനെ ഒരു നീതി നിർവഹണത്തിന് വേണ്ടിയാണ് ദൈവപുത്രൻ ന്യായാധിപനായി വെളിപ്പെടാൻ പോകുന്നു. സങ്കീർത്തനങ്ങൾ 58:1 നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നീതിമാൻ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതായി ഇതുവരെ നാം കണ്ടിട്ടില്ല. നീതിമാൻ പീഡിപ്പിക്കപ്പെടുകയും ഞെരുക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയുമാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നീതിമാന് പ്രതിഫലം കൊടുക്കുന്ന, നീതിമാനെ പീഡിപ്പിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നീതി ദൈവം സ്ഥാപിക്കണ്ടേ? ഒരു നീതി നിർവഹണം ദൈവം നടത്തണ്ടേ? കാരണം അവിടുന്ന് നീതിമാനാണ്. ഈ നീതി നിർവഹണത്തിന് വേണ്ടിയാണ് ഇതാ ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നു രാജാവായി. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും മനുഷ്യർ പറയും. ഈ നീതി നിർവഹണം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സർവ്വമനുഷ്യരുടെയും അധരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഏറ്റുപറയുന്നത് ദൈവപുത്രൻ നീതി നിർവഹണം പൂർത്തിയാക്കുമ്പോഴാണ്, അവൻ നീതി സ്ഥാപിക്കുമ്പോഴാണ്. സങ്കീർത്തനങ്ങൾ 75:2-10 ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. ഇത് ദൈവപുത്രൻ അവൻ്റെ ഒന്നാം വരവിൽ ചെയ്തിട്ടില്ല. സകല അപമാനവും നിന്ദനവും പരിഹാസവും അനീതിപരമായ സകല ദുഷ്ടരുടെ പ്രവൃത്തികളും ഏറ്റുകൊണ്ടാണ് അവൻ 2000 വർഷം മുമ്പ് പീഡ സഹിച്ചതും തൻ്റെ ജീവൻ സമർപ്പിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്തതും. അവൻ നീതിയോടെ ആരെയും വിധിച്ചില്ല. വിധി മുഴുവൻ അവൻ്റെ രണ്ടാം വരവിലാണ്. ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത്. വമ്പ് പറയരുതെന്ന അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. അപ്പോൾ ദൈവം നീതി നിർവഹണം പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് വൻപ് പറയരുതെന്ന അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും അവിടുന്ന് കൽപ്പിക്കുന്നത്. കാരണം അവിടുന്ന് നീതി സ്ഥാപിക്കുന്നവനാണ്. ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പിലാക്കുന്നത് ദൈവമാണ്. ഈ വിധി നടപ്പിലാക്കാനാണ് ദൈവപുത്രൻ ഇതാ വെളിപ്പെടാൻ പോകുന്നത്. നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഇതെന്തിൻ്റെ പാനപാത്രമാണ്? ദൈവവചനം വളരെ വ്യക്തമായി അനേകം ദൈവവചനങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ്. ഇവിടെ പരിശുദ്ധ ബൈബിളിൽ ഉടനീളം നാം കാണുന്നത് അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ക്രോധം ഈ ലോകത്ത് ദുഷ്ടരുടെ മേൽ, സാത്താൻ്റെ സകല സംവിധാനങ്ങളുടെ മേലും വന്നു പതിക്കുന്ന സമയമാണ്. അതാണ് നീതി നിർവഹണം. ഈ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. അവിടെ നിന്ന് അത് പകർന്നു കൊടുക്കും. ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും. അവിടുന്ന് അയച്ചവനോട് പറയുന്നുണ്ട്, നീ ഈ ക്രോധത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ ആരുടെ അടുത്തേക്ക് അയക്കുന്നു അവരെ എല്ലാം അത് കുടിപ്പിക്കുക. അവർ കുടിക്കാൻ വിസമ്മതിച്ചാൽ നീ പറയണം, കുടിച്ചേ മതിയാവൂ. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയേ മതിയാവൂ. അത് ദൈവത്തിൻ്റെ നീതി നിർവഹണമാണ്. എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും. യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതം ആലപിക്കും. എന്താ കാരണം? ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും, നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും. അതാണ് ദൈവനീതി. അപ്പോൾ ദുഷ്ടരുടെ കൊമ്പുകളെ വിച്ഛേദിച്ച് കളയുന്ന, നീതിമാന്മാരുടെ കൊമ്പുകളെ ഉയർത്തുന്ന ഒരു ദൈവനീതി
ഇതാ ദൈവപുത്രൻ രാജാക്കന്മാരുടെ രാജാവായി വെളിപ്പെടുമ്പോൾ ഇതാ പൂർത്തിയാക്കാൻ പോകുന്നു. സങ്കീർത്തനങ്ങൾ 96:10-13. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. ഈ നീതി പ്രഘോഷിക്കാനാണ് ദൈവം അരുളി ചെയ്യുന്നത്, കൽപ്പിക്കുന്നത്. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു. അപ്പോൾ ദൈവപുത്രൻ രാജാക്കന്മാരുടെ രാജാവായി, നാഥന്മാരുടെ നാഥനായി, എംപററായി വാഴുന്നത് അവൻ്റെ രണ്ടാം വരവിലാണ്. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ, രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തിയായ എംപറർ ഇമ്മാനുവേൽ ജനതകളെ നീതിപൂർവം വിധിക്കും എന്ന വചനം പൂർത്തിയാക്കാനാണ് വെളിപ്പെടാൻ പോകുന്നത്. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പു വിളിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി പൂർത്തിയാകുമ്പോൾ, നീതി നിർവഹണം ദൈവപുത്രൻ പൂർത്തിയാക്കുമ്പോൾ സ്വർഗം ആഹ്ലാദിക്കും, ഭൂമി ആഹ്ലാദിക്കും, സമുദ്രവും സകല സൃഷ്ടികളും ആഹ്ലാദിച്ചാർപ്പ് വിളിക്കും. കാരണം ഈ സൃഷ്ടികളെല്ലാം ഈ ദൈവനീതിയുടെ പൂർത്തീകരണത്തിനായി അനേക കാലമായി കാത്തിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ബൈബിളിൽ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവനീതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്ന സൃഷ്ടികളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം ആഹ്ലാദിക്കും ദൈവനീതി പൂർത്തിയാകുമ്പോൾ. വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദ ഗീതമുതിർക്കും. എത്രമാത്രം ആനന്ദത്തിലാണ് സൃഷ്ടികൾ, എത്രമാത്രം ആഹ്ലാദത്തിലാണ് സൃഷ്ടികൾ ഈ ദൈവനീതി പൂർത്തിയാകുന്നതിൽ. ഈ ദൈവനീതി പൂർത്തിയാക്കാൻ വരുന്ന ദൈവപുത്രൻ്റെ ആഗമന വാർത്ത കേട്ട് എല്ലാ സൃഷ്ടികളും ആനന്ദത്തിലാണ്. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അതുകൊണ്ടാണ് സൃഷ്ടികൾ ആനന്ദിക്കുന്നത്. ഇതാ ദൈവപുത്രൻ രാജാക്കന്മാരുടെ രാജാവ് നീതി സ്ഥാപിക്കാൻ വരുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അതുകൊണ്ട് സകല സൃഷ്ടികളും ആനന്ദിച്ച് ആഹ്ലാദിച്ചാർപ്പ് വിളിക്കട്ടെ. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ഈ ദൈവവചനങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടണ്ടേ? 2000 വർഷം മുമ്പ് തന്നെ ബന്ധിക്കാൻ പടയാളികൾ വന്നപ്പോൾ, അപ്പസ്തോലന്മാർ ശിഷ്യന്മാർ എതിർത്തപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകണം, ഇതെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട് എന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? അതുകൊണ്ട് ഇതെല്ലാം പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ വചനത്തിനും അവൻ കീഴ്പ്പെട്ടു. അതേപോലെ അവൻ നീതി പൂർത്തിയാക്കുന്ന, ദുഷ്ടരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുന്ന, ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കുന്ന എല്ലാ വചനങ്ങളും അവനിൽ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഈ വചനങ്ങൾ പൂർത്തിയാക്കി ദൈവനീതി സ്ഥാപിക്കാനാണ് രാജാക്കന്മാർ രാജാവായി, എംപറർ ഇമ്മാനുവേലായി ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നു. സുഭാഷിതങ്ങൾ 10:28. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസായിയാണ്. അത് തെളിയിക്കപ്പെടുന്നത് ഈ നീതി സ്ഥാപിക്കാൻ ദൈവപുത്രൻ വെളിപ്പെടുമ്പോഴാണ്. ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും. അപ്പോൾ നീതിമാന്മാർക്ക് പ്രത്യാശയുണ്ട്, ദുഷ്ടർക്ക് ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമുണ്ട്. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസായിയായും ദുഷ്ടരുടെ പ്രതീക്ഷകൾ ദുഃഖപര്യവസായിയായും വെളിപ്പെടുന്നത് ദൈവപുത്രൻ ഈ നീതി സ്ഥാപിക്കാൻ വരുമ്പോഴാണ്. യെശയ്യാ 30:18. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഈ നീതി സ്ഥാപിക്കാൻ വരുന്ന ദൈവപുത്രന് വേണ്ടി കാത്തിരിക്കുന്നവർ
ദൈവപുത്രൻ നീതി പുലർത്തുന്നത് കാത്തിരിക്കുന്നവർ അനുഗ്രഹീതരാണ്. അപ്പോൾ അനുഗ്രഹീതരായവർക്ക് മാത്രമാണ് ദൈവപുത്രൻ നീതി സ്ഥാപിക്കാൻ വരുന്നത്. അവൻ്റെ നീതി സ്ഥാപനം കാത്തിരിക്കാൻ കഴിയുള്ളൂ. യെശയ്യാ 56:1 കർത്താവ് അരുളിച്ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. ഇവിടെ ഇത് യേശുക്രിസ്തുവിന് ഒന്നാം വരവിന് മുമ്പ് എഴുതപ്പെട്ട വചനമാണ്. ഇതാ ഞാൻ രക്ഷ നൽകാൻ പോകുന്നു. രക്ഷ നൽകുന്നവനാണ് രക്ഷകൻ. അപ്പോൾ ദൈവപിതാവ് അവിടുത്തെ പുത്രൻ യേശുക്രിസ്തു വഴിയാണ് രക്ഷ നൽകുന്നത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. അവൻ നമുക്കൊരു രക്ഷ നൽകി, പാപമോചനത്തിൻ്റെ രക്ഷ. എന്നാൽ അതിനുശേഷവും അനേകം വചനം എഴുതിയിരിക്കുന്നുണ്ട്, അവൻ്റെ രണ്ടാം വരവിൽ അവൻ വീണ്ടും വരുന്നത് ഒരു രക്ഷ നൽകാനാണ്, രക്ഷയുടെ പൂർണ്ണത നൽകാൻ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചത് രക്ഷയുടെ അഡ്വാൻസ് മാത്രമാണ്. അതിൻ്റെ പൂർണ്ണത നൽകുന്നതാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. അപ്പോൾ ദൈവമക്കൾ ജീർണതയുടെ അല്ലെങ്കിൽ മരണത്തിൻ്റെ അടിമത്തത്തിലേക്ക് വീഴാൻ കാരണക്കാരനായ സാത്താന്റെ മേലുള്ള ശിക്ഷാവിധി പൂർത്തിയാകുമ്പോഴാണ് ഈ നീതി വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവമക്കൾക്ക് രക്ഷയും സാത്താനും അവനുള്ളവയ്ക്കും ശിക്ഷയും നൽകുന്ന ഒരു നീതി ഇതാ വെളിപ്പെടാൻ പോകുന്നു. യെശയ്യാ 59:14-20 നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ്. നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ നീതി. ന്യായം വിദൂരത്ത് നിൽക്കുന്നു, സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു. ദൈവത്തിൻ്റെ വചനമാണ് സത്യം, അതെല്ലാ പൊതുസ്ഥലങ്ങളിലും വീണടിയുന്നു. സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല, സത്യമില്ലാതായിരിക്കുന്നു. മനുഷ്യന് സത്യം വേണ്ട, മനുഷ്യന് ദൈവത്തിൻ്റെ വചനം വേണ്ട. അവൻ്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന നുണകൾ മതി. തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമാവുമ്പോഴാണ് നീതി സ്ഥാപിക്കപ്പെടുക. തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അതവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടുത്തേക്ക് വിജയം നൽകി. സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. അപ്പോൾ ഈ നീതിയാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. ഈ നീതിയുടെ വിജയമാണ് വെളിപ്പെടാൻ പോകുന്നത്. അവിടുന്ന് നീതിയെ ഉരസ്ത്രാണമാക്കി, രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു. അവിടുന്ന് പ്രതികാരത്തിൻ്റെ വസ്ത്രം ധരിച്ചു, ക്രോധമാകുന്ന മേലങ്കി അണിഞ്ഞു. ഇതെല്ലാം സംഭവിക്കുന്നത് അന്ത്യകാലത്താണ്, നീതി സ്ഥാപിക്കപ്പെടുമ്പോൾ. പ്രവൃത്തികൾക്കനുസൃതമായി കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും. ഇത് യേശുക്രിസ്തു തന്നെ ഒന്നാം വരവിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ വീണ്ടും വരുമ്പോഴാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ഒരു നീതി സ്ഥാപനം. അത് ദൈവപുത്രൻ ഇമ്മാനുവേൽ അവൻ്റെ രണ്ടാം വരവിലാണ് പൂർത്തിയാക്കുന്നത്. എതിരാളികൾക്ക് ക്രോധവും ശത്രുക്കൾക്ക് പ്രതികാരവും ലഭിക്കും. ഇത് ലഭിക്കുന്ന കർത്താവിൻ്റെ രണ്ടാം വരവിലാണ്. തീരദേശങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവിടുന്ന് പ്രതികാരം ചെയ്യുന്നത് അവിടുത്തെ രണ്ടാം വരവിലാണ്. പടിഞ്ഞാറുള്ളവർ കർത്താവിൻ്റെ നാമത്തെയും കിഴക്കു നിന്നുള്ളവർ അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. അങ്ങനെ ഭയപ്പെടുന്ന ദൈവനീതിയാണ്. കർത്താവിൻ്റെ കാറ്റിൽ തള്ളികളച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. ഒരു ഗണത്തിന് രക്ഷ നൽകാൻ, ഒരു ഗണത്തിന് ശിക്ഷ നൽകാൻ അവിടുന്ന് വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കലേക്ക് അവിടുന്ന് രക്ഷകനായി വരും. അപ്പോൾ ഒരേ വചനങ്ങളിൽ തന്നെ നാം കാണുന്നു, ദൈവപുത്രൻ ഇമ്മാനുവേൽ വെളിപ്പെടുന്നത് രക്ഷയും ശിക്ഷയും നൽകാനാണ്, നീതി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ജെറമ്യാ 9:24. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നവൻ
ഞാൻ ഭൂമിയിൽ, കർത്താവായ ഇമ്മാനുവേൽ, ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്നതിലാണ് കർത്താവ് ആനന്ദിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്താനാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. അപ്പോൾ വെളിപ്പെടാൻ പോകുന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ, രാജാധിരാജനായ ചക്രവർത്തിയായ ദൈവപുത്രൻ, ഭൂമിയിൽ കരുണയും നീതിയും ന്യായവും പുലർത്തുന്നവനാണ്, പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ നമുക്ക് അവിടുത്തെ പ്രശംസിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ പുത്രനിൽ എംപറർ ഇമ്മാനുവേലിൽ അഭിമാനിക്കട്ടെ. എസെക്കിയേൽ 18:26-32. നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്മാറിയാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. എന്നിട്ടും കർത്താവിൻ്റെ വഴികൾ നീതിപൂർവകമല്ല എന്ന് ഇസ്രായേൽ ഭവനം പറയുന്നു. ഇസ്രായേൽ ഭവനമേ, എൻ്റെ വഴികൾ നീതിപൂർവകമല്ലേ? നിങ്ങളുടെ മാർഗങ്ങളല്ലേ നീതിരഹിതം? അവിടുന്ന് മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഓരോരുത്തരെയും താങ്കളുടെ പ്രവൃത്തിക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. ഇതവിടുത്തെ നീതി സ്ഥാപനമാണ്. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. അപ്പോൾ എന്തിനാണ് അവിടുന്ന് ഇത് പറയുന്നത്? ഇതാ ഞാൻ നീതി സ്ഥാപിക്കാൻ വരുന്നു എന്ന് ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ എന്തിനാ നേരത്തെ പറയുന്നത്? തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ. അപ്പോൾ ദൈവപുത്രൻ്റെ രാജത്വം ആഘോഷിക്കുന്ന ഓരോ ദൈവമക്കളും എല്ലാ തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ്, പശ്ചാത്തപിച്ച് പിന്തിരിഞ്ഞ് ഈ തിന്മ മൂലം വന്നു ഭവിക്കാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് തങ്ങളെ തന്നെ രക്ഷിക്കാനാണ് പരിശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. കർത്താവ് പറയുക, അത് ഉപേക്ഷിക്കുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ഇത് ദൈവമക്കളോട്, ജീവന് നിയോഗം ലഭിച്ചവരോട്, മരിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മക്കളോട് ദൈവം പറയുന്നതാണ്. അപ്പോൾ ഇതാ ദൈവം നീതി സ്ഥാപിക്കാൻ അവിടുന്ന് വരുന്നു. ഓരോരുത്തരുടെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധി പൂർത്തിയാക്കി ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കാൻ ഇതാ ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ വെളിപ്പെടാൻ പോകുന്നു. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ കാണാം. അങ്ങനെ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഗണമുണ്ട്, ചെറിയ ജഗണം. ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഗണമുണ്ട്, ചെറിയ അജഗണം. അവർക്കാണ് അവിടുന്ന് മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദൈവനീതി നാം അന്വേഷിക്കണം. ദൈവനീതി ദൈവപുത്രൻ സ്ഥാപിക്കുന്നത് നാം അന്വേഷിക്കണം, കാത്തിരിക്കണം, അതിനായി പ്രാർത്ഥിക്കണം. അങ്ങനെ നീതി സ്ഥാപിക്കാൻ വരുന്ന ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേലിന് വേണ്ടി കാത്തിരിക്കണം. ഇങ്ങനെ നീതി അന്വേഷിക്കുന്ന ഓരോ ദൈവമക്കളും, കാരണം നീതിക്ക് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. സെഫാനിയ 2:1-3. ലജ്ജയില്ലാത്ത ജനതയെ, പറന്നു പോകുന്ന പതിര് പോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുമ്പ്, എപ്പോൾ? ദൈവനീതി സ്ഥാപിക്കാൻ, ശത്രുക്കളുടെ മേൽ ക്രോധം ചൊരിയാൻ ദൈവപുത്രൻ വെളിപ്പെടുന്നതിന് മുൻപ്, കർത്താവിൻ്റെ ഉഗ്രക്രോധം
നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ്, അത് പതിക്കുന്ന അന്ത്യകാലത്താണ്, അത് പതിക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം, അങ്ങനെ ദിനമുണ്ട്, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടുവിൻ. ആരോട് പറയുന്നു? ദൈവമക്കളോട് പറയുന്നു. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നീതിയും വിനയവും അന്വേഷിക്കുവിൻ. അപ്പോൾ ഈ കർത്താവിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുവിൻ എന്ന് ദൈവപുത്രൻ 2000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്നാണ് ഏറ്റവും അധികം സാർത്ഥകം. ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്, ഇന്ന് സംഭവിക്കേണ്ട കാര്യമാണ്. നീതിയും വിനയവും അന്വേഷിക്കുവിൻ, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. അപ്പോൾ ദൈവപുത്രൻ നീതി സ്ഥാപിക്കാൻ വരുമ്പോൾ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. നിങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുവിൻ. നിങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിനെ അന്വേഷിക്കുവിൻ. ഇതാ നീതി സ്ഥാപിക്കാൻ, ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ചവിട്ടാൻ ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് ഒരുമിച്ച് കൂടി അവിടുത്തെ അന്വേഷിക്കുവിൻ. മത്തായി 5:6, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി കിട്ടുമ്പോഴല്ലേ നീതി സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുക. ഈ സംതൃപ്തി നൽകാനാണ് ദൈവപുത്രൻ ചക്രവർത്തിയായി വെളിപ്പെടാൻ പോകുന്നത്. മത്തായി 16:27, മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്തു വരാനിരിക്കുന്നു. അവൻ്റെ രാജകീയമായ വെളിപ്പെടൽ, ന്യായാധിപനായുള്ള വെളിപ്പെടൽ. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. ഈ പ്രവൃത്തികളെ മുഴുവൻ വിലയിരുത്തുന്നത്, വിധിക്കുന്നത് ദൈവനീതിക്കനുസരിച്ചാണ്. ദൈവവചനത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി അനുസരിച്ചാണ് മനുഷ്യരുടെ ഓരോ പ്രവൃത്തികളെയും വിലയിരുത്തുന്നത്, വിധിക്കപ്പെടുന്നത്. ആ നീതി വിധിക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത്. അല്ലാതെ മനുഷ്യനെ വിധിക്കുന്നത് മാനുഷിക തത്വശാസ്ത്ര അടിസ്ഥാനത്തിലല്ല, കേൾവിക്കിമ്പമുള്ള മനുഷ്യൻ്റെ പ്രബോധന അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ കുത്തിയിരുന്നുകൊണ്ട് ആലോചിച്ചുണ്ടാക്കിയെടുക്കുന്ന ഏതെങ്കിലും ചിന്താധാരകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നീതി സ്ഥാപിക്കുന്നത്. ദൈവനീതിയുടെ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ദൈവനീതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. ഹെബ്രായർ 9:28, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല. അപ്പോൾ ദൈവപുത്രൻ വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും, വരുമെന്ന് കരുതുന്നവരും വരുമെങ്കിൽ വരട്ടെ എന്ന് കരുതുന്നവരും ഒക്കെയായ ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്തീയ വിശ്വാസികളുണ്ട്. എന്നാൽ ഈ വരുമെന്ന് കരുതുന്നവർ പോലും പലപ്പോഴും കരുതിയിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ വന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ വായിച്ച് അങ്ങനെ വരും എന്ന് കരുതിയാണിരിക്കുന്നത് പലരും. യേശുക്രിസ്തു വീണ്ടും വരുന്ന പാപികളെ തേടിയല്ല, അവൻ പാപപരിഹാരാർത്ഥമല്ല വരുന്നത്, മറിച്ച് തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ കാത്തിരിക്കണമെങ്കിൽ യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തും യോഗ്യതയും നേടിയെടുത്താലേ മാത്രമേ കാത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഒരുക്കമുള്ള വിശുദ്ധരായ നീതിമാന്മാരെ രക്ഷിക്കുക എന്ന ദൈവനീതി പൂർത്തിയാക്കാനാണ് ദൈവപുത്രൻ ഇമ്മാനുവേൽ വെളിപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാപമോചനത്തിന് രക്ഷ നമുക്ക് നൽകിയതിന് ശേഷം എഴുതപ്പെട്ടതാണ്. കാരണം യേശുക്രിസ്തു ഇനിയും രക്ഷ നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ദൈവശാസ്ത്ര അജ്ഞന്മാർ പോലും പറയാറുണ്ട്, അവർ യേശുക്രിസ്തു എന്ന രക്ഷയൊക്കെ കളഞ്ഞു, ഇപ്പോൾ ഏതോ എമ്മാനുവേലിൻ്റെ പുറകെയാണ്. ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്ന വലിയ ദൈവശാസ്ത്രജ്ഞന്മാരെ നമുക്ക് കാണാം. അവരാരും ഈ ദൈവവചനം കണ്ടിട്ട് പോലും ഉണ്ട് എന്ന് തോന്നണില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു വീണ്ടും വരുന്നത് അവനെ ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് രക്ഷ നൽകാനാണ്. ആ രക്ഷ എന്താണെന്ന്
ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ അന്വേഷിക്കുന്നത് പോലുമില്ല. ഈ ലോകത്തിലെ തങ്ങളുടെ ജീവിതം സുഖപ്പെടണം, ഇവിടെ കടം വീടണം, പെണ്ണെ കെട്ടിക്കണം, വീട് വെക്കണം, ഇവിടെ വിദേശത്ത് പോകാൻ വിസ കിട്ടണം, അവിടെ സെറ്റിലാകാൻ പൗരത്വം കിട്ടണം, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ അടിച്ചു തീർത്ത് ആസ്വദിക്കണം, വരും തലമുറകൾക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കണം, അങ്ങനെ ഒരു സുഖജീവിതം നയിച്ച് മരിച്ചു പോകണം. ഇതിനു വേണ്ടിയുള്ള ഭക്താഭ്യാസങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദൈവപുത്രൻ വീണ്ടും വരവിനെക്കുറിച്ചോ, അവൻ വരുമ്പോൾ തരുന്ന രക്ഷയെക്കുറിച്ചോ, അതിനെങ്ങനെ ഒരുങ്ങണമെന്നതിനെക്കുറിച്ചോ, ആ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെക്കുറിച്ചോ ശ്രദ്ധ ആർക്കുമില്ല. ഈ ലോക ജീവിതം സുഖകരമാകണം. അപ്പോൾ അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ നമുക്ക് നൽകിയ രക്ഷ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ രക്ഷ നൽകുന്നത് ദൈവനീതിയാണ്. ഈ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ ഇമ്മാനുവേൽ, എംപറർ ഇമ്മാനുവേലായി വെളിപ്പെടുന്നത്. 2 തെസ്സലോനിക്ക 1:6-10. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. ഈ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുന്നത്. ഒരു ഗണത്തിന് സമാശ്വാസവും ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരവും ചെയ്യുന്ന ദൈവത്തിൻ്റെ നീതി. അതാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. അത് ദൈവനീതിയാണ്. ഇവിടെ ഇന്ന് ലോകത്തിൽ മനുഷ്യർ ദൈവത്തെ വിശ്വസിക്കുമെന്ന് പറയുന്നവർക്ക് പോലും ദൈവത്തെ അറിയാനുള്ളൊരാഗ്രഹമില്ല, ദൈവത്തെ അറിയുന്നതിൽ ഒരു ശ്രദ്ധയുമില്ല. എന്നാൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നത് ദൈവത്തിൻ്റെ പ്രതികാരം വന്ന് പതിക്കാൻ ഇടയാക്കുന്ന തിന്മയാണ്. ദൈവപുത്രൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കെതിരെ ദൈവം പ്രതികാരം ചെയ്യും. ഇതെല്ലാം വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷ അനുഭവിക്കും. ഇന്ന് വലിയ ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കേൾക്കാം, അങ്ങനെ ദൈവം നിത്യശിക്ഷയും നൽകില്ല, ദൈവം അങ്ങനെ ക്രൂരനൊന്നുമല്ല. പക്ഷെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, നിത്യനാശം ശിക്ഷയായി നൽകുന്നവനാണ് ദൈവം. കാരണം അതവിടുത്തെ നീതിയാണ്. ഒരു ഗണത്തിന് നിത്യമഹത്വം നൽകുന്നതും ദൈവത്തെ എതിർക്കുന്നവർക്ക് നിത്യശിക്ഷ നൽകുന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. ഈ നീതി സ്ഥാപിക്കാനാണ് ദൈവപുത്രൻ വെളിപ്പെടുന്നത്. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. കാരണം അവൻ നീതി സ്ഥാപിക്കുന്നവനാണ്. വെളിപാട് 19:13-16. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ ദൈവപുത്രനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വളരെ വ്യക്തം. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവനവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അത് ദൈവനീതിയാണ്. ഈ നീതി സ്ഥാപിക്കാനാണ് അവൻ വെളിപ്പെടുന്നത്. അവന് മേലെങ്കിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായി വരുന്ന ദൈവപുത്രനാണ് നീതി സ്ഥാപിക്കുന്നവൻ. യോഹന്നാൻ 12:48. എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട്. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. അപ്പോൾ ദൈവപുത്രൻ്റെ വാക്കുകൾ നിരസിക്കുകയും ദൈവപുത്രനെ നിരസിക്കുകയും ചെയ്യുന്നവരെ വിധിക്കുന്ന മാനദണ്ഡം
ദൈവത്തിൻ്റെ വചനമാണ്. യെശയ്യാ 66:3-6. അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് കുറ്റപ്പെടുത്തലാണ് മനുഷ്യനെക്കുറിച്ചുള്ള. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും. കർത്താവ് പറയുക, ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും. അത് ദൈവനീതിയാണ്. അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ദൈവമാണ് സംസാരിക്കുന്നത് എന്നതിൻ്റെ അടയാളങ്ങൾ പോലും ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടും ഈ അടയാളങ്ങൾ കാണാനോ ദൈവമാണ് സംസാരിക്കുന്നത് തിരിച്ചറിയാനോ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനോ മനുഷ്യൻ തയ്യാറല്ല. അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തെരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇത് അവരോടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ദൈവമക്കളോട്, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ. ഇത് സംഭവിക്കുന്ന അന്ത്യകാലത്താണ്. ദൈവപുത്രൻ്റെ നാമത്തെ പ്രതി തിരസ്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഗണമുണ്ട്. അവർ നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്ന സഹോദരർ, കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്ന ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാകുക. അപ്പോൾ അവരെ ലജ്ജിതരാക്കുക എന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇതാ നഗരത്തിൽ നിന്നൊരു ശബ്ദം, കോലാഹലം, ദൈവാലയത്തിൽ നിന്നൊരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത്. അപ്പോൾ ഈ സ്വരം മുഴങ്ങുന്നത് ദൈവനീതിയുടെ പ്രഘോഷണമായിട്ടാണ്. ഈ സ്വരം മുഴങ്ങുന്നത് ദൈവനീതിയുടെ വിളംബരമായിട്ടാണ്. അങ്ങനെ ദൈവപുത്രൻ ന്യായം വിധിക്കാൻ, നീതി പുലർത്താൻ, നീതി സ്ഥാപിക്കാൻ ഇതാ വെളിപ്പെടുന്നു എന്നതിൻ്റെ ഔദ്യോഗിക വിളംബരമാണ് സദ്വാർത്ത. യെശയ്യാ പ്രവാചന പുസ്തകം 52-ാം അധ്യായം 7-8 വചനങ്ങൾ. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്ന, ഈ പ്രവൃത്തികൾ ചെയ്യുന്ന, ഇത് പ്രഘോഷിക്കുന്ന ഒരുവനാണ് സദ്വാർത്തയുടെ ദൂതൻ. അപ്പോൾ അങ്ങനെ ഒരു ദൂതൻ അയക്കപ്പെടുമെന്നും അവൻ ഈ പ്രവൃത്തികൾ ചെയ്യുമെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഈ വചനങ്ങൾ പൂർത്തിയാകുന്നെന്ന് തിരിച്ചറിയാനോ, ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയാനോ അന്ധരാക്കപ്പെട്ടവർക്കോ അന്ധരാൽ നയിക്കപ്പെടുന്നവർക്കോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സദ്വാർത്ത ദൂതനുണ്ട്. ദൈവപുത്രൻ ഇതാ രാജാക്കന്മാരുടെ രാജാവായി നിന്നെ ഭരിക്കാൻ വരുന്നു എന്ന് അവൻ വെളിപ്പെടുന്നതിന് മുൻപേ വിളംബരം ചെയ്തുകൊണ്ട് ദൈവപുത്രൻ രാജാവായി വരുമ്പോൾ അവന് വഴിയൊരുക്കാൻ ദൈവപുത്രൻ്റെ 2ാം വരവിൽ അയക്കപ്പെടുന്ന ദൂതനാണ് സദ്വാർത്തയുടെ ദൂതൻ. അവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണും. അപ്പോൾ ഇതാ ദൈവപുത്രൻ രക്ഷ നൽകാൻ, ദൈവത്തിൻ്റെ ക്രോധം നടപ്പിലാക്കാൻ, ദൈവത്തിൻ്റെ പ്രതികാരം നടപ്പിലാക്കാൻ ഇതാ വെളിപ്പെടാൻ പോകുന്നു എന്ന ഔദ്യോഗിക പ്രഘോഷണമാണ് സദ്വാർത്ത. അങ്ങനെ ഒരു സദ്വാർത്ത അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടും എന്ന പ്രവചനങ്ങൾ നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ പൂർത്തിയായി കഴിഞ്ഞു. ഈ സദ്വാർത്ത 2005 മുതൽ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യെശയ്യാ 61:1-2. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത് സദ്വാർത്ത ദൂതനെ കുറിച്ചുള്ള വാക്കുകളാണ്.
പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പ്രഘോഷിക്കുന്നത് തന്നെ ദൈവനീതിയാണ്. ഇത് പ്രഘോഷിക്കപ്പെട്ട് ഈ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് നീതിയും ദൈവത്തെ എതിർക്കുന്നവർക്ക് ശിക്ഷയും നൽകുന്ന ദൈവത്തിൻ്റെ ഒരു നീതിയാണ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവനീതിയുടെ പ്രഘോഷണമാണ് സദ്വാർത്ത. സദ്വാർത്ത പ്രഘോഷിക്കുന്ന ദൈവനീതി യാഥാർത്ഥ്യമാക്കാൻ, പൂർത്തിയാക്കാൻ, നിവൃത്തിയാക്കാനാണ് ദൈവപുത്രൻ എംപറർ ഇമ്മാനുവേൽ വെളിപ്പെടാൻ പോകുന്നു. യെശയ്യാ 42:1-4. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാ ഭൂമിയിൽ നീതി സ്ഥാപിക്കാൻ, ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കാൻ ഇന്നോളം സാത്താനും അവൻ്റെ ദൂതന്മാരും ദൈവമക്കൾക്കെതിരെ ചെയ്ത സകല പ്രവൃത്തികൾക്കും സാത്താനോട് പ്രതികാരം ചെയ്യാൻ ദൈവമക്കൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യമഹത്വത്തിൻ്റെ സമൃദ്ധി അവർക്ക് നൽകാനുമായി ഇതാ ദൈവപുത്രൻ നീതി സ്ഥാപിക്കാൻ വെളിപ്പെടുന്നു. അപ്പോൾ ദൈവപുത്രൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്ന നാം ഈ നീതി സ്ഥാപിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ആ നീതിയുടെ ഫലം സ്വന്തമാക്കാൻ തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്യണം. ഇതാ ദൈവനീതി സ്ഥാപിക്കുന്ന, സർവത്തിൻ്റെ മേൽ അധികാരമുള്ള സർവാധികാരിയായ ദൈവപുത്രൻ, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായവൻ ഇതാ ദൈവനീതി സ്ഥാപിക്കാൻ വെളിപ്പെടാൻ പോകുന്നു. നമുക്ക് ഈ ദൈവനീതിക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ ദൈവനീതിയുടെ ഫലം സ്വന്തമാക്കാൻ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മളെ തന്നെ പരിശീലിപ്പിച്ച് ഒരുക്കാം. ദൈവത്തിൻ്റെ നീതി പൂർത്തിയായി ദൈവത്തിൻ്റെ നാമം നിത്യം മഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രൻ്റെ നീതി സ്ഥാപിക്കാൻ വരുന്ന ദൈവപുത്രൻ്റെ തേജോമയമായ അത്യധികം മഹത്വം നിറഞ്ഞ ഉഗ്രപ്രതാപത്തോടെയുള്ള മഹത്വപൂർണമായ വെളിപ്പെടലിനായി നമുക്ക് സ്നേഹത്തോടെ ഒരുക്കത്തോടെ കാത്തിരിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, ഓരോ ദൈവമക്കളെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവപുത്രൻ്റെ രാജത്വ തിരുനാളിൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ ആശംസകളും ഓരോ ദൈവമക്കൾക്കും നേരുന്നു. അവിടുത്തെ അതിപരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.